എൻ്റെ +1 ഏകജാലക അപേക്ഷ പൂർണ്ണമായോ? എൻ്റെ അപേക്ഷ അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടുമോ എന്നൊക്കെ ഓരോ വിദ്യാർത്ഥിക്കും രക്ഷിതാവിനും ആദ്യമായി ഒരു ചെക്കൗട്ട് നടത്താൻ വരുന്ന മാർഗ്ഗമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അപേക്ഷ എവിടെയെങ്കിലും സമർപ്പിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനൊരു OTP വരികയും അത് ആ അപേക്ഷ അപ്ലോഡ് ചെയ്യുന്ന ഏജൻസി നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുകയും രണ്ടാമത്തെ OTPയിലൂടെ നിങ്ങൾക്ക് ഇങ്ങനൊരു അപേക്ഷാ നമ്പറും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമായി എന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഏകജാലക അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. സത്യത്തിൽ ഇതാണ് കേട്ടോ ഹയർ സെക്കൻഡറി ഏകജാലകത്തിനുള്ള യഥാർത്ഥ അപേക്ഷാ ഫോം. നിങ്ങൾ നൽകിയ അപേക്ഷാ വിവരങ്ങൾ ഇങ്ങനൊരു പ്രിൻ്റ് ഔട്ടോ PDF നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയ ഈ അപേക്ഷാ വിവരങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളുടെ ഗ്രേഡ് ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങളുടെ ക്ലബ്ബ് ബോണസ് പോയിൻ്റ് ആക്ടിവിറ്റീസ്, നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഇതെല്ലാം കറക്റ്റാണെന്നും കൃത്യമാണെന്നും നിങ്ങൾ നൽകിയതുപോലെ തന്നെ ആണ് എന്നും നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരു തെറ്റുമില്ല എന്നും ഇത് നിങ്ങൾ പൂർണ്ണമായി കൃത്യമായി വായിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്, അല്ലാതെ മറ്റാർക്കുമല്ല. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിക്കും രക്ഷിതാവിനും മാത്രമാണ്. കാരണം ഇതിന് താഴെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിക്ലറേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമാണെന്നും ശരിയാണെന്നുമാണ് ഇവിടെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് ഓരോ വിദ്യാർത്ഥിയും ഉറപ്പുവരുത്തുക. നിലവിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ എപ്പോഴാണ് അവസരം എന്നുകൂടി നിങ്ങൾ ഓർക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ തിരുത്തപ്പെടാനുള്ള ഒരു നിർണിതമായ സമയമുള്ളത്. ആ സമയത്ത് നിങ്ങൾക്കവ പരിഹരിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ നൽകിയ ഈ ഓപ്ഷനുകളെല്ലാം, നിങ്ങൾ നൽകിയ ഗ്രൂപ്പുകളെല്ലാം ഒരു സ്കൂളിൽ നിരവധി ക്ലാസ്സുകളുണ്ട്. ആ പല ക്ലാസ്സുകളിലേക്കും പല വിദ്യാർത്ഥികളും അപേക്ഷിച്ച് കാണുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത്തരം ക്ലാസ്സുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.